എല്ലാവർക്കും നമസ്കാരം. ശരത് മാക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. പഠിച്ച് നല്ലൊരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാക്സിമം ടോപ്പിക്ക് കവർ ചെയ്യാൻ കഴിയാമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കുറേ പേരൊക്കെ ഇപ്പോൾ പഠിച്ച് തുടങ്ങിയിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. എനിവേ, ഇനിയുള്ള സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇപ്പം സിലബസ് ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ട് വന്നതല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പം മാത്സിൽ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യുന്നത്. ഇതിന് മുൻപ് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെജോറിറ്റിയും എടുത്തിട്ടുള്ളത്, സമാനമായ സിലബസിൽ വന്നിട്ടുള്ള എക്സാമിനൊക്കെ. ഓക്കെ, അപ്പം നമുക്ക് ആരംഭിക്കാം. നമുക്കതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും ഇനിയും ചോദ്യങ്ങൾ വരുന്നുണ്ടാവുക. ഓക്കെ, സോ ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്, ഒരു മെട്രിക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റാങ്ക് 1 ആണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ എൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റിനകത്ത് അവർ ആവശ്യപ്പെടുന്നത്. ഓക്കെ, റാങ്ക് 1 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുക? റാങ്ക് 1 ആണെങ്കിൽ ഒരുപാട് രീതിയിൽ ചിന്തിക്കാം. ഇതിനെ റോ റെഡ്യൂസ്ഡ് ഫോം ആക്കിയതിന് ശേഷം, അല്ലെങ്കിൽ റോ റെഡ്യൂസ്ഡ് എക്ലൻ ഫോം ആക്കിയതിന് ശേഷം നമ്പർ ഓഫ് നോൺ സീറോ റോസ്, എത്ര നോൺ സീറോ റോസ് ഉണ്ട്, അതിനെയാണ് റാങ്ക് എന്നുള്ള പേരിട്ട് വിളിക്കുക. ഓക്കെ, അല്ലാണ്ട് സ്ക്വയർ മെട്രിക്സ് 3x3 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റാങ്ക് കണ്ടുപിടിക്കാനുള്ള കുറച്ച് എളുപ്പ വഴികളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡിറ്റർമിനൻ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്നൊക്കെ പഠിക്കുന്നുണ്ട്. റാങ്ക് 1 ആണ്, അതായത് ശരിക്കും ഇതിൻ്റെ ഓർഡർ 3 ആണ്. 3യിൽ നിന്നും നേരെ 1ലേക്ക് വന്നിട്ടുണ്ട്. 1ലേക്ക് വന്ന സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാം, എന്താണ് 2x2 മൈനർ ഡിറ്റർമിൻറ്റുകളെല്ലാം 0 ആയിരിക്കും അല്ലേ? അതായത് ഏത് 2x2 എടുത്താലും അതിൻ്റെ എല്ലാം ഡിറ്റർമിൻറ്റ് 0 ആവണം, റാങ്ക് 1ലേക്ക് വന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു 4 പേരെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. കാരണം അവിടെയാണല്ലോ A വരുന്നത്. ഓക്കെ, പിന്നെ താഴത്തെ 4 പേരെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അവിടെ 2 പ്രാവശ്യം A വരും, ക്വാഡ്രാറ്റിക് ഒക്കെ ആക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു ഡിറ്റർമിൻ്റ് അങ്ങ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഡിറ്റർമിൻ്റ് 2, 5, -4, A -4. ഇത് ഇവാലുവേറ്റ് ചെയ്ത ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അതായത് 2 × A -4 മൈനസ് ഓഫ് -4 × 5 ഇസ് ഈക്വൽ ടു 0. ഈ ഡിറ്റർമിൻ്റ് ഇവാലുവേറ്റ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ആൻസർ 0 ആയിരിക്കും. അതായത് എന്താണ് വരിക? 2 × A -4 പ്ലസ് 20 ഈസ് ഈക്വൽ ടു 0. അതായത് 2 × A -4 ഇസ് ഈക്വൽ ടു 20 ഇപ്പുറം വരുമ്പോൾ -20. 2ഉം 20യും ക്യാൻസലായ 10 വരും അല്ലേ? അതായത് A -4 ഇസ് ഈക്വൽ ടു -10. അവിടുന്ന് A ഇസ് ഈക്വൽ ടു -10 + 4. A ഇസ് ഈക്വൽ ടു -6 ആണ് നമുക്ക് ആൻസർ വരിക. സോ ഓപ്ഷൻ സി -6 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യം നോക്കിയോളൂ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. വേരിയബിൾ സെപ്പറബിൾ ഫോമിലാക്കിയിട്ട് ചെയ്യാം. ഒരുപാട് രീതിയിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. വേരിയബിൾ സെപ്പറബിൾ ആക്കാം അല്ലേ? സോ ഹിയർ y dx എന്ന് പറയുന്നത് -x dy ആണ്. ഓക്കെ ആണല്ലോ? അതായത് dx/x എന്ന് പറയുന്നത് -dy/y ആണ്. വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്തു. എക്സ് എല്ലാം ഒരു സൈഡിലാക്കി, y എല്ലാം ഒരു സൈഡിലാക്കി. ആഫ്റ്റർ കൺവേർട്ടിംഗ് ദ ക്വസ്റ്റ്യൻ ഇസ് ഇൻ ടു വേരിയബിൾ സെപ്പറബിൾ ഫോം, ദ ഫസ്റ്റ് തിങ് യു ഷുഡ് ഹാവ് ടു ഡു ഈസ് ടേക്ക് ഇൻ്റഗ്രേറ്റ് ഓൺ ബോത്ത് സൈഡ്സ് അല്ലേ? രണ്ട് സൈഡും എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ dx/x എന്ന് പറഞ്ഞാൽ എന്താണ്? log x. 1/xൻ്റെ ഇൻ്റഗ്രൽ log x ആണ്. മൈനസ് dy/y എന്ന് പറഞ്ഞാൽ എന്താണ്? log y അല്ലേ? ആഫ്റ്റർ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് C1 ആഡ് ചെയ്യുക, മൈനസ് log y ഇപ്പുറം എടുക്കുക. log x പ്ലസ് log y ഇസ് ഈക്വൽ ടു എന്ത് വരും? C1. log a പ്ലസ് log b എന്ന് പറഞ്ഞാൽ എന്താണ്? log ab ആണ് അല്ലേ? log a പ്ലസ് log b ഇസ് ഈക്വൽ ടു log ab എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഇതെന്ത് വരും? log xy എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു C1 അല്ലേ? സോ അവിടുന്ന് xy ഇസ് ഈക്വൽ ടു ലോഗരിതം അപ്പുറം പോയാൽ എക്സ്പോണൻഷ്യൽ e⁻c1 എന്ന് എഴുതാം. e⁻c1 അനദർ കോൺസ്റ്റന്റ്, ഒരു k ആയിട്ട് എടുക്കാം. അതായത് xy ഇസ് ഈക്വൽ ടു k ആണ് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇഫ് എ ഇസ് ഈക്വൽ ടു 1 3 3 4, ഒരു 2x2 സ്ക്വയർ മെട്രിക്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് a² - ka - 5y ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ k എന്താണെന്നാണ് ചോദ്യം. ഒരിക്കലും
നിങ്ങൾ എന്ത് ചെയ്യരുത്, എക്സാം ഹോളിൽ ഇരുന്ന് എയുടെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് ചെയ്യാൻ പോകരുത്. അനാവശ്യമായിട്ട് കുറേ സമയം നിങ്ങളുടെ പോയി കിട്ടും. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അവർ കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലാണ് ഈ ടൈപ്പ് ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അവർ സ്ഥിരമായിട്ട് ചോദിക്കുക. ഓക്കെ, അത് പൊതുവേ ഈ രീതിയിലായിരിക്കും. എന്താണ് ഒരു 2x2 സ്ക്വയർ മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ലാംഡ സ്ക്വയർ. ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് ഐഗൺ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുക. ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0. ഇതത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക ബാക്കിയുള്ള ആൾക്കാരൊക്കെ. ഇനി അക്കോർഡിംഗ് ടു കെയ്ലി ഹാമിൽട്ടൺ എവരി സ്ക്വയർ മെട്രിക്സ് സാറ്റിസ്ഫൈ ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഏതൊരു സ്ക്വയർ മെട്രിക്സ് എടുത്താലും അത് അതിൻ്റെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ലാംഡയ്ക്ക് പകരം എ കൊടുക്കാം, എ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു എ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് നമ്പർ ആയതുകൊണ്ടും എ മെട്രിക്സ് ആയതുകൊണ്ട് ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് കൂടെ കൊടുക്കണം, ഇസ് ഈക്വൽ ടു 0. ഇതാണ് 2x2 കേസിൽ വരിക. ട്രേസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മാണെന്നറിയാം. അപ്പോൾ നമ്മളിനി നോക്കേണ്ടത് എ സ്ക്വയർ മാച്ചിങ് ആണ്, മൈനസ് മൈനസ് മാച്ചിങ് ആണ്. കെ ട്രേസ് ആയിട്ട് എടുക്കാം ഡിറ്റർമിന്റ് എ -5 ആണെങ്കിൽ. അപ്പോൾ ഇത് മാച്ചിങ് ആണോ നോക്കുക. ഡിറ്റർമിന്റ് ഓഫ് എ എന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഡിറ്റർമിന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 - 9. ശരിയാണല്ലോ. 4 - 9 ആൻസർ എന്ത് വരുന്നുണ്ട്? -5 വരുന്നുണ്ട്. അപ്പോൾ ഡിറ്റർമിന്റ് -5 ആയതുകൊണ്ട് നമുക്ക് ട്രേസ് ആണ് കെയുടെ വാല്യൂ. കെയുടെ വാല്യൂ അക്കോർഡിംഗ് ടു ദ കമ്പാരിസൺ ഓഫ് ദ ഗിവൺ ഇക്വേഷൻ വിത്ത് ദ ജനറൽ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ കെയ്ലി ഹാമിൽട്ടൺ ഓഫ് എ 2x2 എ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു എ പ്ലസ് ഡിറ്റർമിന്റ് ഓഫ് എ ഇൻറ്റു ഐ ഈസ് ഈക്വൽ ടു 0. ക്ലിയർലി വി ക്യാൻ സേ ദാറ്റ് the value of k is nothing but the trace of the given 2x2 matrix. Trace of a. So എന്താണ് ട്രേസ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ കൂട്ടുക അല്ലെ. 1 + 4. 1 + 4 എന്താണ്? 5 ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ 5 is the correct answer. ക്ലിയർ ആണെന്ന് വിചാരിച്ചോട്ടെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈച്ച് ഡയഗണൽ ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഈസ്. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഓരോ ഡയഗണലും എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, +2 അറിയുന്ന കാര്യമാണ്. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഓരോ ഡയഗണലും എന്തായിരിക്കും? 0 ആയിരിക്കും. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -a ആണെങ്കിൽ അത്തരത്തിലെ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ജനറലി ആൻ എലമെന്റ് ഇൻ എ മെട്രിക്സ് ഈസ് ഡിനോട്ടഡ് ആസ് aij. സ്ക്യൂ സിമെട്രിക് ആകുമ്പോൾ അതെന്താവും? ആ aij പൊസിഷൻ -aij ആവും. ഡയഗണൽ എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണ്? ഐയും ജെയും ഈക്വൽ ആണ് എന്നുള്ളതാണ് അല്ലെ. a11 a22 a33 അതാണല്ലോ ഡയഗണലി വരിക. ഐയും ജെയും ഈക്വൽ ആയിട്ട് കൊടുത്താൽ aii ഇസ് ഈക്വൽ ടു -aii എന്ന് എഴുതാം. അതായത് aii പ്ലസ് aii ഇസ് ഈക്വൽ ടു 0. അതായത് 2aii ഇസ് ഈക്വൽ ടു 0. 2ന് 0 ആവാൻ പറ്റില്ല, പിന്നെ ആര് 0 ആവണം? aii എന്താവണം? 0. സോ ജനറലി ദ ഡയഗണൽ എലമെന്റ് aii, അതായത് a11 a22 a33 അതെല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും ഫോർ എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. പ്രോബബിലിറ്റിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 times of probability of A is equal to probability of B is equal to 5/13. കണ്ടീഷണൽ പ്രോബബിലിറ്റിയിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി 2/5 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആദ്യം വേണ്ടതിൻ്റെ ഇക്വേഷൻ ആദ്യം ഒന്ന് എഴുതി വയ്ക്കുക. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയുടെ ഇക്വേഷൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതാണ് ഫോർമുല. അതിൽ ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? പ്രോബബിലിറ്റി ഓഫ് ബി ഉണ്ട്, എ ഇൻ്റർസെക്ഷൻ ബി ഒക്കെ വേണം നമുക്ക്. അപ്പോൾ നോക്കാം. 2 times പ്രോബബിലിറ്റി ഓഫ് എ ഇസ് ഈക്വൽ ടു 5/13 എന്ന് എഴുതാം. കാരണം അത് 5/13 ഈക്വൽ ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, അത് 5/13 തന്നെയാണ്. ഈ 2 താഴേക്ക് വരുമ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ എന്താണ് കിട്ടുക? 5/26 എന്ന് കിട്ടും അല്ലേ. 2 × 13 26. പ്രോബബിലിറ്റി ഓഫ് എ ആയി, പ്രോബബിലിറ്റി ഓഫ് ബി ആയി. ഇനി എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാനായിട്ടാണ് അവർ ആ ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി തന്നിട്ടുള്ളത്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് എന്താണ്? 2/5 ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 2/5. ഓക്കെ, നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്താണ് വരിക? അപ്പം 2/5 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. പ്രോബബിലിറ്റി ഓഫ് ബി നമ്മുടെ കയ്യിലുണ്ട്, എന്താണ്? 5/13. 5 ക്യാൻസലായി. സോ 2/13 വരും പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇനി ഈ വാല്യൂസ് ഒക്കെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലെ. ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ അതെന്താണ് വരിക? 5/26
പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 5/13 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 2/13. ഇനി എല്ലാം ഡിനോമിനേറ്റർ നമുക്ക് 26ലേക്ക് കൊണ്ടുവരാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ 5/26 ഉണ്ട്, പ്ലസ് 5/13 ആണ്. മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10/26 ആക്കാം. ഇവിടെയും മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2/26 ആക്കാം. 10 5 15 4 കുറച്ച് 11/26 ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി അല്ലെ, ഓപ്ഷൻ സി 11/26 ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇ ആൻഡ് എഫ് ആർ ഈവൻസ് സച്ച് ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് ഇ ഈസ് ഈക്വൽ ടു 0.6, പ്രോബബിലിറ്റി ഓഫ് എഫ് ഈസ് ഈക്വൽ ടു 0.3, പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് ഈസ് ഈക്വൽ ടു 0.7. വട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ ഇ ഗിവൺ എഫ് അല്ലെ? പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് എന്താണെന്നാണ് ചോദ്യം. എന്താണ് ഫോർമുല? പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ്. ഇതാണ് ഫോർമുല. പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ അറിയാലോ. പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എഫ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ്, ശരിയാണല്ലോ, ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ 0.6, പ്രോബബിലിറ്റി ഓഫ് എഫ് 0.3 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് 0.7 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ 0.3. 0.6ഉം 0.7ഉം 0.9, 0.9ൽ നിന്ന് 0.7 കുറച്ച് കഴിഞ്ഞാൽ 0.2 ഡിവൈഡഡ് ബൈ 0.3, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2/3 വരും ആൻസർ. ഓപ്ഷൻ എ 2/3 ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. മുന്നോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 1/2 ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവൻറ്റ്. ഒരു ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഈവൻറ്റ് നോട്ട് എ? അതായത് എ എന്ന് പറയുന്ന ഒരു ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1/12 ആണ്. 1/12 ആണ്. ഓക്കെ. പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആണ് അല്ലെ? പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആണ്. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ 1/12 ആണ്. ക്രോസ് ചെയ്താൽ 12 മൈനസ് 1/12 ആൻസർ എന്താണ് വരിക? 11/12 ആണ് ആൻസർ വരിക. ഓക്കെ. അതായത് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ആൻ ഈവൻറ്റും പ്രോബബിലിറ്റി ഓഫ് നോൺ ഒക്കറൻസ് ഓഫ് ആൻ ഈവൻറ്റും ആഡ് ചെയ്താൽ 1 ആണ് വരിക അല്ലെ? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു 1. അതായത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ എന്നുള്ളത് 1 ആയിരിക്കും. അപ്പം പ്രോബബിലിറ്റി ഓഫ് ദ ഇവൻറ്റ് നോട്ട് എ എന്ന് പറയുന്നത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ദ ഇവൻറ്റ് എ ആണ്. ഓക്കെ അന്ന് പ്രതീക്ഷിച്ചോട്ടെ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഔട്ട് ഓഫ് ഓൾ വേർഡ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ഇക്വേഷൻസ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് എ വേർഡ് ചൂസൺ അറ്റ് റാൻഡം വിത്ത് ആൻഡ് ദാറ്റ് സ്റ്റാർട്ട് വിത്ത് എൻ? അപ്പം പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് മുകളിലും ടോട്ടൽ നമ്പർ ഓഫ് കേസസ് താഴെയും. ഇക്വേഷൻസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് എത്ര വേർഡ്സ് ഉണ്ടാക്കാം എന്ന് നോക്കുക. ഇത് എത്ര വേർഡ്സ് ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 5 6 7 8 9 വേർഡ്സ് ഉണ്ട്. എന്തെങ്കിലും റിപ്പീറ്റേഷൻ ഉണ്ടോ നോക്കുക. EQUATIONS റിപ്പീറ്റേഷൻ ഒന്നുമില്ല. അപ്പോൾ 9 വേർഡ്സ് ഉണ്ട്. ഇപ്പം 9 ഫാക്ടോറിയൽ വേർഡ്സ് എനിക്ക് ഉണ്ടാക്കാം. അതിനകത്ത് എന്നിൽ തുടങ്ങുന്ന എത്ര വാക്കുകളുണ്ട്, അതായത് n ഫിക്സ് ചെയ്ത് നിർത്തിയിട്ട് ബാക്കിയുള്ള 8 പേരെ എനിക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ബാക്കി 8 പേരുണ്ട് മൊത്തത്തിൽ അല്ലെ, ബാക്കി വരുന്ന 8 പേരെ എനിക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം. ആ n ഫിക്സ് ചെയ്ത് നിർത്തിയാൽ ബാക്കി വരുന്ന 8 പേരെ എനിക്ക് 8 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാം. ഓക്കെ. ഏതെങ്കിലും ഇപ്പോൾ 2 ലെറ്ററാണ് ഫിക്സ് ചെയ്ത് നിർത്തുന്നതെങ്കിൽ ബാക്കി വരുന്ന 6 ലെറ്റേഴ്സ് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നതാണ് അറേഞ്ച്മെൻറ്റ്, സെലക്ഷൻ എന്ന് പറയുന്നതാണ് കോമ്പിനേഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സോ ബാക്കിയുള്ള 8 ലെറ്റേഴ്സ് എനിക്ക് 8 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. n ലെറ്റേഴ്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ n ഫാക്ടോറിയൽ വേസ് ഇഫ് ദർ ഈസ് നോ റെപ്പിറ്റേഷൻ അല്ലേ. സോ 8 ഫാക്ടോറിയൽ ഉണ്ട്, താഴെ 9 ഫാക്ടോറിയലിനെ 9 ഇൻറ്റു 8 ഫാക്ടോറിയൽ എന്ന് എഴുതാം. 8 ഫാക്ടോറിയൽ വെട്ടിയാൽ 1/9 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി 1/9 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. There are 4 men and 6 women on a city council. ഒരു സിറ്റി കൗൺസിലിൽ 4 മെന്നും 6 വുമണും ഉണ്ട്. ഓക്കെ. 4 men and 6 women. ഓക്കെ. If 2 council member is selected for a committee at random, ഇതിൽ നിന്ന് 2 പേരെ എടുക്കണം. How likely both are women എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ.
അതായത് നമ്മുടെ റിക്വയർഡ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതായത് നമുക്ക് മൊത്തം എത്ര പേരുണ്ട്? 6 4 10 പേരുണ്ട്. അതിൽ നിന്ന് 2 പേരെ എടുക്കണം അല്ലേ? 10 പേരിൽ നിന്ന് 2 പേരെ എടുക്കുമ്പോൾ അത് എവിടെ നിന്നായിരിക്കണം? വുമൺസിൽ നിന്നായിരിക്കണം. വുമൺസ് 6 പേരുണ്ട്. ആ 6 പേരിൽ നിന്ന് 2 പേരായിരിക്കണം. ഓക്കെ ആണേ? അങ്ങനെയാണെങ്കിൽ സെലക്ഷൻ ഈസ് ഓൾവേസ് കോമ്പിനേഷൻ അല്ലേ? 6C2 എന്ന് പറഞ്ഞാൽ 6 × 5/1 × 2. 10C2 എന്ന് പറഞ്ഞാൽ 10 × 9/1 × 2. 1 × 2 ക്യാൻസൽ ചെയ്യാം. അതായത് 6 × 5 ഡിവൈഡഡ് ബൈ 10 × 9 വരും. നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്താൽ 2 3 6 3 9. ദെൻ 2 ആൻഡ് 10 നമുക്ക് ക്യാൻസൽ ചെയ്താൽ എന്താണ് വരിക? 5 10. 2 × 2 ക്യാൻസൽ ചെയ്യാം. സോ ആൻസർ വിൽ ബിക്കം 1/3 അല്ലേ? ഓപ്ഷൻ ബി 1/3 ആണ് ആൻസർ വരും. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ശരത് സൈനിങ് ഔട്ട് ഫ്രം ശരത് മാത്സ് ക്ലാസ് റൂം.